സോ ഇന്നത്തെ ക്ലാസ് സോഫ്റ്റ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയറിൽ തന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സോഫ്റ്റ്വെയർ എന്തിനാണ് ഞാൻ ഇത്രയും വരെ നമ്മൾ ഹാർഡ്വെയർ എന്താണെന്നൊക്കെയാണ് പഠിച്ചത് അല്ലേ. CPU ഉണ്ട്, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, പിന്നെ സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ ഉണ്ട്, റൈറ്റ്. ഹാർഡ് ഡിസ്ക് പോലത്തെ സ്റ്റോറേജ് ഡിവൈസ്, അല്ലേ, CD ഉണ്ട്, നമ്മളെ പെൻ ഡ്രൈവ് ഉണ്ട്, അങ്ങനെയുള്ള സ്റ്റോറേജ് ഡിവൈസസ്. സോ അങ്ങനെ സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ്, CPU ഇതൊക്കെ അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരിക? ഇറ്റ് സോഫ്റ്റ്വെയർ അല്ലേ, സോഫ്റ്റ്വെയറും കൂടിയുണ്ട്. സോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും രണ്ടും കൂടിയിട്ടാണ് നമുക്ക് കമ്പ്യൂട്ടർ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അല്ലേ. സോ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറും ആണ് ശരിക്കും ആക്ച്വലി ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതെങ്കിലും ആ ഹാർഡ്വെയറിന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഹാർഡ്വെയറിലോട്ട് ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമല്ലോ, അത് ചെയ്യാൻ ഹാർഡ്വെയറിൻ്റെ മുകളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹാർഡ്വെയറിൻ്റെ മുകളിൽ ഡയറക്റ്റ് എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ വന്ന സമയത്തൊക്കെ ഈ ഹാർഡ്വെയറിൽ ഡയറക്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നത്. പക്ഷേ അത് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി വന്നതും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതും. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സംഭവം വന്നത് തന്നെ ഈ ഹാർഡ്വെയറിലോട്ട് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. സോഫ്റ്റ്വെയർ ആക്ച്വലി ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് മേക്സ് ദി ഹാർഡ്വെയർ പെർഫോം ഇറ്റ്സ് ജോബ്. സോ സോഫ്റ്റ്വെയർ വഴി നമ്മൾ ഹാർഡ്വെയറിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുകയാണ്. സോ സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഇൻറ്റേർണലി ചെയ്യുന്നത് ആരാണ്? ഹാർഡ്വെയർ ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് എ സോഫ്റ്റ്വെയർ? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. സോഫ്റ്റ്വെയറിനെ നമ്മൾ പ്രോഗ്രാം എന്നും പറയും. സോ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയും. സോഫ്റ്റ്വെയറും നമ്മൾ മാറി മാറി ഉപയോഗിക്കും. സോ സോഫ്റ്റ്വെയർ റിഫേഴ്സ് ടു എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് മേക്സ് ദി ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം പെർഫോം എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ടാസ്ക് ഇൻ പെർട്ടിക്കുലർ ഓർഡർ. സോ ഹാർഡ്വെയറിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി ഹാർഡ്വെയറിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനുള്ള എന്താണ് ഹെക്റ്റിക് ടാസ്ക് കാരണം നമ്മൾ സോഫ്റ്റ്വെയറിനെ കൊണ്ടാണ് എന്ത് ചെയ്യുക, ഹാർഡ്വെയറിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ് ആൻഡ് സബ് കാറ്റഗറീസ്. സോഫ്റ്റ്വെയറിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം: സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും യൂട്ടിലിറ്റീസ് എന്നും പറഞ്ഞ് വീണ്ടും തരംതിരിക്കാം, സബ് കാറ്റഗറൈസ് ചെയ്യാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ ജനറലൈസ് പാക്കേജസ് എന്നും കസ്റ്റമൈസ് പാക്കേജ് എന്നും പറഞ്ഞിട്ട് രണ്ട് സബ് കാറ്റഗറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു, സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. സോഫ്റ്റ്വെയർ ഇസ് സംടൈംസ് കോൾഡ് ആസ് പ്രോഗ്രാം. സോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് വിച്ച് ആക്ച്വലി ഇൻസ്ട്രക്ട് ദി ഹാർഡ്വെയർ വാട്ട് ടു ഡു. ഓക്കെ, സോ ഇറ്റ് ഇൻസ്ട്രക്ട്സ് ദ ഹാർഡ്വെയർ വാട്ട് ടു ഡു. ഓക്കെ, സോ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? സോ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ഒരു കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്പ്യൂട്ടറിൽ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്ത് കാര്യങ്ങളും, ഇപ്പം ഒരു കാൽക്കുലേറ്റർ വെച്ചിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പൺ ഓഫീസ് അല്ലെങ്കിൽ വേർഡ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് എഡിറ്റ് ചെയ്യാനോ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. സോ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയൊക്കെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് പറയുക. ഓക്കെ, സോ ആ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇറ്റ്സ് an interface. It's an interface to the hardware. Actually, it is an interface to the hardware. It can be considered as a collection of library routines also. It can be considered as a collection of library routines. അതായത് നമുക്കറിയാം, നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ആയ കീബോർഡ്, മൗസ് ഇങ്ങനെയൊക്കെയുള്ള ഡിവൈസസ്
ഇങ്ങനെയൊക്കെയുള്ള ഡിവൈസസിന് കുറേ റൂട്ടീൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, സോ അതൊക്കെ ചെയ്യണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതിനെ ഡയറക്റ്റ് നമുക്ക് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, നമ്മൾ സോഫ്റ്റ്വെയർ വഴിയാണ് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഇറ്റ് ഡയറക്ട്ലി ഇൻട്രാക്ട്സ് വിത്ത് ദ ഹാർഡ്വെയർ എന്ന് പറയാം. ഇറ്റ് ഡയറക്ട്ലി ഇൻട്രാക്ട്സ് വിത്ത് ദ ഹാർഡ്വെയർ. So when you switch on the computer, the programs stored in ROM are executed, which activates different units of your computer and makes it ready for you to work on it. This set of programs can be called system software. So നമുക്കറിയാം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്ന കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. സോ ബൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുന്നതാണ്, മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന ആ പ്രക്രിയ, ആ പ്രോസസ്സിനെയാണ് പറയുക ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. സോ നമുക്കറിയാം കമ്പ്യൂട്ടർ സിസ്റ്റം എന്തൊക്കെയാണ് കാര്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ്വെയർ പറഞ്ഞു, CPU ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, CPU ഉണ്ട്. പിന്നെ റൈറ്റ്, CPU തന്നെ നമുക്ക് CPU-നെ നമുക്ക് രണ്ട് ആയിട്ട് തരംതിരിക്കാം, കൺട്രോൾ യൂണിറ്റും ALU. ഇതിന് രണ്ടിനെയാണ് നമ്മൾ ടുഗെദർ ഇറ്റ് ഇസ് കോൾഡ് ആസ് CPU എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞു, മെമ്മറി. ഈ മെമ്മറിയിലാണ് നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും നമ്മൾ എന്ത് പ്രോഗ്രാം കൊടുക്കുമ്പോഴും അത് മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. ആക്ച്വലി മെമ്മറിയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അതിന് ഈ CPU-ന് ആ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ പ്രോഗ്രാംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ആ ഇൻസ്റ്റലേഷൻ നടക്കുന്നത് ബേസിക്കലി ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഇൻസ്റ്റലേഷൻ നടക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ് ഇൻസ്റ്റലേഷൻ നടക്കുക. സോ ഞാൻ ഈ ഹാർഡ് ഡിസ്ക് ഇങ്ങനെ ഇവിടെ വരച്ചിരിക്കുകയാണ്. ഹാർഡ് ഡിസ്ക് എന്നും കേട്ട് കാണുമായിരിക്കും നിങ്ങൾ. ഹാർഡ് ഡിസ്ക് ഇറ്റ്സ് എ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയും. ഓക്കെ, സോ സ്റ്റോറേജ് ഡിവൈസസിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡിവൈസസ് ഉണ്ട്. പ്രൈമറി സ്റ്റോറേജ് ഡിവൈസും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. ഈ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസിന് നമുക്ക് പ്രൈമറി മെമ്മറി എന്നും പറയും അതിനെ. ഓക്കെ, പ്രൈമറി മെമ്മറി, മറ്റേതിനെ സെക്കൻഡറി മെമ്മറി എന്നും പറയും, സ്റ്റോറേജ് എന്നും പറയും. ഓക്കെ, സോ ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഡേറ്റ റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സഹായിക്കുന്ന ഒരു ടെക്നോളജി വെച്ച് ക്രിയേറ്റ് ചെയ്ത ഡിവൈസസിനെയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയാം. ഓക്കെ, സോ പ്രൈമറി മെമ്മറിയിലോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെമ്മറിന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഈ പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയിലോട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും കൊണ്ടിടേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ CPU-ന് ആ ഇൻസ്ട്രക്ഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം, നമ്മൾ ഇൻസ്റ്റലേഷൻ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ആക്ച്വലി ഇൻസ്റ്റലേഷൻ നടക്കുന്നത് ഹാർഡ് ഡിസ്കിലോട്ടാണ്, വിച്ച് ഇസ് എ സെക്കൻഡറി സ്റ്റോറേജ്. ഈ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റോറേജിൻ്റെ അത്രത്തോളം ഫാസ്റ്റും അല്ല, അത്രത്തോളം എഫിഷ്യൻറ്റും അല്ല. ഐ മീൻ ഇൻ ടേംസ് ഓഫ് സ്പീഡ്. ഓക്കെ, നമുക്ക് ഫാസ്റ്റായിട്ട് ഡേറ്റ റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊന്നും സെക്കൻഡറി സ്റ്റോറേജിൽ പറ്റണമെന്നില്ല കമ്പയർഡ് ടു പ്രൈമറി മെമ്മറിയിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈമറി മെമ്മറി തന്നെയാണ് ഫാസ്റ്റർ ആക്സസും ഫാസ്റ്റർ റിട്രീവലൊക്കെ ഉള്ളത്. ഓക്കെ, അതേസമയം സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചീപ്പർ. പ്രൈമറി മെമ്മറീൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ല. സെക്കൻഡറി മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഇറ്റ് ഈസ് ചീപ്പർ മാത്രമല്ല, ചീപ്പർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം, കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടും നമുക്ക് സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജിൻ്റെ അകത്ത് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടും. സോ ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് നമ്മളിപ്പം എത്ര ഹാർഡ് ഡിസ്ക് ആണെന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ ഇന്നത്തെ സിറ്റുവേഷനിലൊക്കെ ടെറാബൈറ്റ് എന്നൊക്കെയാണ് കേൾക്കുക, അല്ലെങ്കിൽ 500 GB, മിനിമം 500 GB ഒക്കെയാണ് ഓരോ സിസ്റ്റത്തിനുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ 500 GB 1 TB എന്നൊക്കെയാണ് നിങ്ങൾക്ക് കേൾക്കുക. ഈവൺ സ്മോൾ നമുക്കറിയാം
നമ്മുടെ ഒരു നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് ഒക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ അതിനൊക്കെ 1 TB ഒക്കെ ഉണ്ട് ഇപ്പം, റൈറ്റ്. പക്ഷേ പ്രൈമറി മെമ്മറീൻ്റെത് നിങ്ങൾ അത്ര അങ്ങനെ കേൾക്കില്ല. പ്രൈമറി മെമ്മറി എങ്കിൽ മാക്സിമം ഒരു 8 GB വരെയൊക്കെയാണ് കേൾക്കുക. 8 GB 16 GB ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ 4 GB ആണ് സാധാരണ. ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിലൊക്കെ 4 GB ഉള്ളൂ. വേറെ ഇപ്പം കുറച്ചും കൂടി കേപ്പബിലിറ്റി ഉള്ള മെഷീൻസിലാണെങ്കിൽ 8 GB ഉണ്ടാവും. സോ ആ 8 GB 4 GB അങ്ങനെ 16 GB ആ രീതിയിലാണ് നമ്മളെപ്പോഴും പ്രൈമറി മെമ്മറീൻ്റെ മെമ്മറി പറയുക. സാധാരണ നമ്മൾ ഡെസ്ക്ടോപ്സും ലാപ്ടോപ്സിലൊക്കെ അത്രത്തോളം ഉണ്ടാവുള്ളൂ. അതേസമയം ഹാർഡ് ഡിസ്കിൽ GB കണക്കൊന്നുമല്ല, ഇറ്റ് TB കണക്കിലൊക്കെയാണ്. അല്ലെങ്കിൽ 500 GB അങ്ങനെയൊക്കെയുള്ള വലിയ GB ആണ്. 100 GB 500 GB TB എന്നൊക്കെയുള്ള കണക്കാണ് അവിടെ പറയാം. ഓക്കെ, സോ അതാ പറഞ്ഞത്, സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറിൽ ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്യാനും പറ്റും. പക്ഷേ അത് അത്രത്തോളം ഫാസ്റ്റ് അല്ല. ഡേറ്റ റിട്രീവലും ഡേറ്റ സ്റ്റോറേജും അത്രത്തോളം ഫാസ്റ്റ് അല്ല. പക്ഷേ നമുക്ക് അതും ആവശ്യമാണ്. നമ്മൾക്ക് ഒരുപാട് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനുണ്ടാവും. എല്ലാം നമുക്ക് പ്രൈമറി മെമ്മറി ഞാൻ പലപ്പോഴും ഇനി തൊട്ടിട്ട് പറയാം, മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ മെമ്മറി എന്ന് മാത്രം ഞാൻ പറയുന്നതാണെങ്കിൽ അത് പ്രൈമറി മെമ്മറി ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലിസിറ്റ്ലി പറയും സെക്കൻഡറി മെമ്മറി എന്ന് ഞാൻ പറയും. ഓക്കെ, സോ പ്രൈമറി മെമ്മറിയിൽ നമ്മൾ ഡേറ്റ ഒരുപാടൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ CPU-ന് റിട്രീവ് ചെയ്തെടുക്കാം, ഫാസ്റ്ററായിട്ട് റിട്രീവ് ചെയ്തെടുക്കാം, ഫാസ്റ്ററായിട്ട് സ്റ്റോറും ചെയ്യാം. പ്രൈമറി മെമ്മറി ആയിരിക്കും. പക്ഷേ അവിടെ ഒരുപാടൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ എവിടെയാണ് നമ്മൾ കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത്? ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജിലാണ് നമ്മൾ കൂടുതൽ സ്റ്റോറേജ് ഉള്ളത്. പക്ഷേ അത് സ്പീഡിൻ്റെ ടേംസിൽ തിങ്ക് ചെയ്യുമ്പം അത് സ്ലോ ആണ്. ഓക്കെ, സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർസ്, ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ യൂസ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്താൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് അതിൻ്റെ ആ സോഫ്റ്റ്വെയറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസൊക്കെ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് വന്നു ചേരും. പിന്നെ നമുക്ക് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് റിട്രീവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഫയൽസ് നമ്മൾ സാധാരണ ഓഫീസിലൊക്കെ ഒരു ഫയൽസൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലമാരയൊക്കെ ഉണ്ടാവില്ല. അതുപോലെ അലമാരേൻ്റെ അകത്ത് കുറേ ഫോൾഡേഴ്സ് ഉണ്ടാവും. ഫോൾഡേഴ്സിൻ്റെ അകത്ത് കുറേ ഫയൽസ് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ അതേ രീതിയിൽ നമുക്ക് വൃത്തിയിൽ ഡേറ്റ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്കിലാണ്, സെക്കൻഡറി സ്റ്റോറേജിലാണ് ഈ ഫയൽ സിസ്റ്റംസൊക്കെ ഉണ്ടാവുക. ഈ ഫയൽ സിസ്റ്റത്തിലാണ് ആക്ച്വലി നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസൊക്കെ ഫയൽ സിസ്റ്റത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കുകയാണ് ചെയ്യുക. സോ അവിടെ നിന്ന് നമ്മൾക്ക് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ആ സോഫ്റ്റ്വെയർസിനെ നമുക്ക് ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ലോഞ്ച് ചെയ്യുമ്പോൾ ആക്ച്വലി ഇന്നിപ്പം ഞാനിപ്പം കൺസിഡർ ഇൻസ്റ്റാൾഡ് നമ്മൾ ഒരു വാട്ട് ക്യാൻ ഐ ഇൻസ്റ്റാൾഡ് വെബ് ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വെച്ചോ. അല്ലെങ്കിൽ ഐ ഇൻസ്റ്റാൾഡ് MP3 പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തു. സോ ആ ഇൻസ്റ്റാൾ ചെയ്ത MP3 പ്ലെയർ എവിടെയാണ് ആക്ച്വലി കിടക്കുന്നത്? ഇനീഷ്യലി ഇറ്റ് വിൽ ബി പ്രസൻറ്റ് ഇൻ ദിസ് ഹാർഡ് ഡിസ്കിൻ്റെ അകത്താണ് ആ MP3 പ്ലെയർ ഉണ്ടാവുക. അതിനാണ് എനിക്ക് MP3 പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം MP3 പ്ലെയർ എനിക്ക് പ്ലെയർ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ MP3 പ്ലെയറിനെ ഞാൻ കണ്ടുപിടിച്ച് ഈ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിനെ അതായത് പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. പ്രൈമറി മെമ്മറിയിലോട്ട് ഞാൻ കൊണ്ടുവരുന്ന വെച്ചാൽ ഞാനെടുത്ത് കൊണ്ടുവരുന്നതെന്നല്ല, അതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്തോളും, അതായത് നമ്മുടെ സിസ്റ്റം ചെയ്തോളും. സോ അതിനെ എടുത്തു കൊണ്ടുവന്ന് മെമ്മറിയിലോട്ട് ഇട്ടതിന് ശേഷം MP3 പ്ലെയർ മെമ്മറിയിലോട്ട് വന്നു ചേരും. അങ്ങനെ MP3 പ്ലെയർ മെമ്മറിയിലോട്ട് വന്ന് ചേർന്നാൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മ്യൂസിക് ഫയൽസ് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്ത് ഡേറ്റയോ അല്ലെങ്കിൽ പ്രോഗ്രാമോ ആദ്യം ഹാർഡ് ഡിസ്കിൽ ആണ് അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജിലാണ് കിടക്കുകയെങ്കിൽ പോലും അതിനെ നമ്മൾ മെമ്മറിയിലോട്ട് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ CPU-ന് അതിനെ ആക്സസ് ചെയ്തിട്ട് ആ പ്രോഗ്രാം എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, CPU-ന് ഒരിക്കലും ഈ ഹാർഡ് ഡിസ്ക് പോയിട്ട് ഡേറ്റ അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് CPU ആക്സസ് ചെയ്യണമെങ്കിൽ എവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ RAM എന്ന് പറയും, റാൻഡം ആക്സസ് മെമ്മറി എന്ന് അതിൻ്റെ പേര് തന്നെ. റാൻഡം ആക്സസ് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും, റാൻഡം ആക്സസ് മെമ്മറി.
അതുപോലെ തന്നെ പ്രൈമറി മെമ്മറി വരുന്നതാണ് റോം, റീഡ് ഓൺലി മെമ്മറി എന്ന് പറയും. ഈ റാമും റോമും കൂടിയിട്ടാണ് പ്രൈമറി മെമ്മറി എന്ന് പറയാം. സോ ഈ റോം റീഡ് ഓൺലി മെമ്മറിയാണ്. അത് യൂഷ്വലി നമ്മൾ ബൂട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പ്രോഗ്രാം ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം is actually an interface to hardware എന്ന് പറയും. ഇറ്റ്സ് എൻ ഇൻ്റർഫേസ് ടു ഹാർഡ്വെയർ. ഇത് ഇല്ലാതെ നമുക്ക് ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു വലിയ മഹാസാഗരം, ആക്ച്വലി അത് ആ വലിയ സോഫ്റ്റ്വെയറിൻ്റെ അകത്താണ് ഈ ഹാർഡ്വെയർ ആക്സസ് ചെയ്യാനുള്ള എല്ലാ കോഡും ഇരിക്കുന്നത്. കോഡ് എന്നാണല്ലോ നമ്മൾ പറയുക. എല്ലാ പ്രോഗ്രാംസും ഈ ഹാർഡ്വെയറിന് പല ടൈപ്പ് ഓഫ് ഹാർഡ്വെയർ നമുക്കുണ്ടല്ലേ. സ്ക്രീന്, നമ്മളെ കീബോർഡ്, മൗസ്, ഇങ്ങനെ പല ഹാർഡ്വെയർസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹാർഡ്വെയർസിനെയും ആക്സസ് ചെയ്യാനുള്ള കോഡ് ഇരിക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വലിയ കോഡാണ്. ആക്ച്വലി ഇറ്റ്സ് എ വെരി ലാർജ് പ്രോഗ്രാം, വെരി ലാർജ് സോഫ്റ്റ്വെയർ വിച്ച് ആക്ച്വലി ഹെൽപ്സ് us ടു ആക്സസ് ദി ഹാർഡ്വെയർ. സോ നമ്മൾക്കിപ്പം നമ്മൾ ചെറിയൊരു നമ്മൾ പറഞ്ഞ MP3 പ്ലെയർ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ, ഓക്കെ, അതിന് പോലും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ് എന്ത് ചെയ്യുക, ഈ മ്യൂസിക് പ്ലേ ചെയ്ത് സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ഹാർഡ്വെയർ ആണല്ലോ. ആ സ്പീക്കേഴ്സിലോട്ട് മ്യൂസിക്കിനെ കൊണ്ടിടുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാത്രമേ ഈ സ്പീക്കേഴ്സിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആക്സസ് ഉള്ളൂ. സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ഹാർഡ്വെയറിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആക്സസ് ആർക്കേ ഉള്ളൂ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളൂ. സോ ഈ MP3 പ്ലെയർ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിന് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വഴി മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് ഇനി സ്പീക്കേഴ്സിലോട്ട് കൊണ്ടുപോയിട്ട് മ്യൂസിക് ഇടാൻ പറ്റുന്നുള്ളൂ, മ്യൂസിക്കിൻ്റെ ഡേറ്റ ഇടാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, സോ ഈ MP3 പ്ലെയർ എന്ന് പോലത്തെ സോഫ്റ്റ്വെയർസിനെ നമ്മൾ വേറൊരു പേരാണ് പറയുക, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ഓക്കെ. സോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഐ മീൻ കമ്പ്യൂട്ടേഴ്സിന് ജീവിക്കാൻ പറ്റില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് ഈ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും, ഹാർഡ്വെയറിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും ഇരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്താണ്. സോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമ്മൾ MP3 പ്ലെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. അതുപോലെ ബാക്കി നമുക്ക് പറയാം വെബ് ബ്രൗസർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മളെ എഡിറ്റർ, നമ്മൾ ഫയൽസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എഡിറ്റർ, നമ്മൾ ഓപ്പൺ ഓഫീസ് റൈറ്റർ അല്ലെങ്കിൽ വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്, നമ്മളെ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന PPT ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസും നമ്മൾ സാധാരണ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർസും എന്ത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, OSനെ ഡിപ്പെൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, ഹാർഡ്വെയർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വെബ് ബ്രൗസർ ആണെങ്കിൽ അറിയാം, നെറ്റ്വർക്ക് വഴിയാണ് അത് ഡേറ്റ ആക്സസ് ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതൊക്കെ. നെറ്റ്വർക്ക് ആവശ്യമാണല്ലോ വെബ് ബ്രൗസറിന്. നമ്മൾ വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് അല്ലേ. സോ വെബ് ബ്രൗസറിന് അങ്ങനെ നെറ്റ്വർക്കിലോട്ട് ഡേറ്റ കൊടുക്കണം, നെറ്റ്വർക്കിൽ നിന്ന് ഡേറ്റ എടുക്കണം, അതിനൊക്കെ അതിന് OS ആവശ്യമാണ്. ബിക്കോസ് നെറ്റ്വർക്കിലോട്ട് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ നമ്മുടെ സിസ്റ്റത്തിലൊരു നെറ്റ്വർക്ക് കാർഡ് ഉണ്ട്. ദർസ് എ നെറ്റ്വർക്ക് കാർഡ്. ആ നെറ്റ്വർക്ക് കാർഡ് എന്ന് പറയുന്ന ഹാർഡ്വെയർ, അതിനെ ആക്സസ് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ, ഈ OSനെ പറ്റുള്ളൂ. സോ OSനെ ഡിപ്പെൻഡ് ചെയ്യണം ആര്, വെബ് ബ്രൗസർ OSനെ ഡിപ്പെൻഡ് ചെയ്യണം, റൈറ്റ്. അങ്ങനെ ആ എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയാലും OSനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന കുറേ ഫയൽസിനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്കിലൊരു ഫയൽ സിസ്റ്റം ഉണ്ടാവും. ആ ഫയൽ സിസ്റ്റത്തിൽ കിടക്കുന്ന കുറേ ഫയൽസിനെയാണ് എന്ത് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്. അത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ആ ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ, OSനെ പറ്റുള്ളൂ. സോ OSനെ ഡിപ്പെൻഡ് ചെയ്യണം ആര്, എഡിറ്റർ ഡിപ്പെൻഡ് ചെയ്യണം. OSനോട് സഹായം അഭ്യർത്ഥിച്ചാൽ മാത്രമേ OS എന്ത് ചെയ്യുള്ളൂ, ഹാർഡ് ഡിസ്കിലോട്ട് ആക്സസ് കൊടുക്കുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ്. സോ നമ്മൾ സാധാരണ നോർമൽ യൂസേഴ്സ് ആക്സസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ്. ഈ OS അത്യാവശ്യമായിട്ട് കാര്യമാണെന്ന് പറഞ്ഞു അല്ലേ. OS വഴിയാണ് ബാക്കി എല്ലാ സോഫ്റ്റ്വെയർസും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ OS എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഈ OSും ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടത്തേക്കാണ്,
ഹാർഡ് ഡിസ്കിലാണ് ഒ എസും ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടാവുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ എല്ലാ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഹാർഡ് ഡിസ്കിലാണ്. ഒ എസ് ആയാലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയാലും ഒക്കെ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് പറഞ്ഞാൽ MP3 പ്ലെയറും വെബ് ബ്രൗസറും റൈറ്റർ അല്ലെങ്കിൽ വേർഡ്, ഇങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർസ് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇതൊക്കെ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടത്തേക്കാണ്? ഹാർഡ് ഡിസ്കിലോട്ടാണ്. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയും. ഓക്കെ, സ്പീഡ് കുറവാണ്, പക്ഷേ ഒരുപാട് സ്റ്റോറേജ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് സ്പേസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് എവിടെ? ഇൻസ്റ്റാൾ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ കൊണ്ടിടുകയാണ്. ഇറ്റ്സ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റിട്രീവ്ഡ്. സോ അങ്ങനെ ഇപ്പോൾ ഒ എസിൻ്റെ എക്സാമ്പിൾസ് നമുക്കറിയാം. ലിനക്സ് ഒരു എക്സാമ്പിളാണ്, വിൻഡോസ് ഒരു എക്സാമ്പിളാണ്, പിന്നെ അല്ല മാക് ഒ എസ്, ആപ്പിളിൻ്റെ മാക് ഒ എസ്, ഇതൊക്കെ എക്സാമ്പിൾസാണ് ഒ എസിന്. ലിനക്സിൽ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നിങ്ങൾ കേട്ടുകയാണ് ഉബുണ്ടു എന്നാണ്. ഉബുണ്ടു. ഓക്കെ, വിൻഡോസിൻ്റെ മെഷീൻസൊക്കെ നിങ്ങൾക്കറിയാം. വിൻഡോസ് ആയിരിക്കും നിങ്ങളുടെ വീട്ടിലൊക്കെ, അഥവാ സിസ്റ്റം ഉണ്ടെങ്കിൽ വിൻഡോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എന്ത് സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾഡ് ആവുന്നത് ഹാർഡ് ഡിസ്കിലാണ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലാണെങ്കിലും അതിനെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ എവിടത്തേക്ക് കൊണ്ടുവരണം? പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. അതായത് റാമിലോട്ട് കൊണ്ടുവരണം. റാമിലോട്ട് കൊണ്ടുവരണം, റാൻഡം ആക്സസ് മെമ്മറി. അവിടെ കൊണ്ടുവന്നാലേ നമ്മുടെ CPU എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? CPU ഈ ഇതൊക്കെ പ്രോഗ്രാംസ് ആണല്ലോ. ഈ ഒ എസ് ആയാലും പ്രോഗ്രാമാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയാലൊക്കെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഈ ഇൻസ്ട്രക്ഷൻസിനെ CPU ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസിനെ എവിടെ കൊണ്ടുവരണം? അല്ലെങ്കിൽ പ്രോഗ്രാമിനെ എവിടെ കൊണ്ടുവരണം? പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവന്നേ മതിയാവും. സോ ഒ എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെയാണ് ആദ്യം പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരിക അല്ലേ? എന്നാൽ ഒ എസ് വഴിയാണല്ലോ ബാക്കി എല്ലാ സോഫ്റ്റ്വെയർസും ഹാർഡ്വെയർ ആക്സസ് ചെയ്യുന്നത്, റൈറ്റ്? സോ ഒ എസിനെയാണ് ഏറ്റവും ആദ്യം സിസ്റ്റം നമ്മൾ തുറക്കുമ്പം തന്നെ, സിസ്റ്റം നമ്മൾ പവർ ഓൺ ചെയ്യുമ്പം തന്നെ ആദ്യം കൊണ്ടുവരേണ്ട സോഫ്റ്റ്വെയർ ഏതാണ്? ഒ എസിനെ കൊണ്ടുവന്നാൽ മാത്രമേ ബാക്കി എന്ത് സോഫ്റ്റ്വെയർസിനും റൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സോ ഒ എസിനെ കൊണ്ടുവരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് ബൂട്ടിംഗ്. ഓക്കെ, സോ ബൂട്ടിംഗ് എന്താണ്? ബൂട്ടിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ലോഡിംഗ് ഒ എസ് ഇൻ ടു പ്രൈമറി മെമ്മറി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു പ്രൈമറി മെമ്മറി. ഈ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഡിംഗ് ബേസിക്കലി നമ്മളെപ്പോഴും ലോഡിംഗ് യൂസ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റയോ പ്രോഗ്രാംസോ മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്നതിനാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. സോ ഒ എസിനെ ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറച്ച് ടെർമിനോളജീസ് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ നല്ലതാണ് ഫർദർ ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് കമ്പ്യൂട്ടർ സിസ്റ്റംസ്. ഓക്കെ, സോ ഇത് ഞാനിവിടെ നിർത്തുകയാണ്. വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ്.